ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ, മലപ്പുറം മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദേശാഭിമാനിയുടെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറത്ത് സംഘടിപ്പിച്ച മലപ്പുറം മഹോത്സവത്തിൽ വിവിധ സെഷനുകളിലായി നടന്ന സെമിനാറുകളിൽ അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഒരാധികാരിക ഗ്രന്ഥമായി ജനങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ മുന്നോട്ട് വന്ന ദേശാഭിമാനിയുടെ പ്രതിനിധികളെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ദേശാഭിമാനി സംഘടിപ്പിച്ച സെമിനാറിൽ ഒരു സെഷനിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു. ഈ പുസ്തകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ചതിലും ഏറെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയ്ക്കെതിരായ വ്യാപകമായ പ്രചാരണങ്ങൾ ജില്ല രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. 60-ലധികത്തിൽ വന്ന സഖാവ് EMS നേതൃത്വം നൽകിയ CH മുഹമ്മദ് കോയയും MPM അഹമ്മദ് കുരിക്കളുമൊക്കെ മന്ത്രിമാരായിരുന്ന സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയാണ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചത്. മലപ്പുറം ജില്ലയ്ക്കെതിരായി ആദ്യത്തെ കൺവെൻഷൻ നടന്നത് തിരുവനന്തപുരത്തെ BJP ഹാളിലായിരുന്നു. ജനസംഘം വന്ന് മലപ്പുറം ജില്ലയ്ക്കെതിരായി തിരുവനന്തപുരത്താണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ല വന്നാൽ കുട്ടിപ്പാകിസ്ഥാനവും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ അന്ന് അത്തരത്തിലുള്ള ആളുകൾ അയച്ചുവിടുകയുണ്ടായി. എന്നാൽ എന്താണിപ്പോൾ മലപ്പുറം എന്ന് എല്ലാവർക്കും ബോധ്യം വന്നു. മലപ്പുറത്തെ പോലെ സൗഹൃദവും സാഹോദര്യവും നിലനിൽക്കുന്ന ഒരു പ്രദേശത്തെ ഇന്ത്യയിൽ എവിടെയും ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയില്ല. മലപ്പുറത്ത് വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോയിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരും തിരുവനന്തപുരത്തെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ എന്നും മലപ്പുറത്തിൻ്റെ നന്മകളെക്കുറിച്ച് മാത്രമാണ് അവർ പറയുന്നത്. അങ്ങനെ എല്ലാവരെ കൊണ്ടും നല്ലത് മാത്രം പറയിപ്പിക്കാൻ പഠിച്ചവരാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എന്നതാണ് ഈ ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ നിരവധി മഹാന്മാർ മലയാളം ഭാഷയ്ക്കും സാഹിത്യത്തിനുമൊക്കെ വലിയ സംഭാവന കൽപ്പിച്ചിട്ടുള്ള മഹാന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണ് മലപ്പുറത്തിൻ്റെത്. രാഷ്ട്രീയ രംഗത്തെ അധികായന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണ് മലപ്പുറത്തിൻ്റെത്. ആ മലപ്പുറം എന്നും അതിൻ്റെ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്നതാണ് മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപക്ഷെ പുസ്തകത്തിൽ പ്രതിപാദിച്ചേക്കാളേറെ എന്താണ് മലപ്പുറം എന്ന് അതിന് നേർചിത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ സദസ്സിന് മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ മുഖ്യമന്ത്രിയെയും ദേശാഭിമാനിയെയും അഭിനന്ദിക്കുകയാണ്. മലപ്പുറത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മതസൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും മാത്രമല്ല, വികസന കാര്യങ്ങളിൽ ഇന്ത്യക്കൊരു മോഡലുണ്ട്, കേരള മോഡൽ. കേരളത്തിനൊരു വികസന മോഡൽ എന്ന് പറയുന്നത് മലപ്പുറം മോഡലാണ്. മലപ്പുറത്തെ ജനങ്ങൾ എല്ലാ നല്ല കാര്യങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി, ജാതിമത ചിന്തകൾക്കതീതമായി ഒന്നിച്ചു നിൽക്കുന്നു എന്നാണ് മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 1991 സാക്ഷരതാ പ്രവർത്തനം തുടക്കം കുറിച്ചത്. സാക്ഷരതാ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് സഖാവ് നയനാർ നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെൻറ്റാണ്. എന്നാൽ അന്ന് മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് UDF ആണ്. സാക്ഷരതാ പ്രവർത്തനം മലപ്പുറം ജില്ലയിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും സാക്ഷരതാ പ്രവർത്തനത്തിൽ 1ാം സ്ഥാനത്തെത്തിയത് മലപ്പുറം ജില്ലയായിരുന്നു എന്ന അഭിമാനപൂർവ്വം ഞാനിപ്പോൾ ഓർക്കുകയാണ്. സഖാവ് നയനാരിൽ നിന്ന് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ഈ 2 ഘട്ടങ്ങളിലും ട്രോഫി ഏറ്റുവാങ്ങിയത് അന്ന് സാക്ഷരതാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ജില്ലാ കൗൺസിലിൻ്റെ അഭിവന്ദനായ പ്രസിഡന്റ് യശസ്വരനായ ഹസൻ മഹമ്മൂദ് കുരിക്കളായിരുന്നു എന്ന കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. സഖാവ് PP വാസുദേവനും ഡോക്ടർ KT ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ആ ജില്ലാ കൗൺസിലിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ രാഷ്ട്രീയം നോക്കിയില്ല, നല്ല കാര്യങ്ങൾ ആര് കൊണ്ടുവന്നാലും അതിനെ പിന്തുണയ്ക്കുക എന്ന സമീപനമാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ സ്വീകരിച്ചത്. അതിനുശേഷമാണ് സഖാവ് പാലോളി
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ ശേഷം പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം വന്നതിന് ശേഷം 96-ൽ വന്ന ഗവൺമെൻറ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. പദ്ധതി പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തോടുകൂടി നടപ്പാക്കണമെന്ന് പഞ്ചായത്ത് രാജ് നിഷ്കർഷിക്കുന്നതാണ്. അത് ജനകീയാസൂത്രണം എന്ന പേരിൽ നടപ്പാക്കാൻ അന്നത്തെ LDF ഗവൺമെൻറ് മുന്നോട്ട് വന്നപ്പോൾ ജനകീയാസൂത്രണം ഭംഗിയായി നിർവഹിച്ചത് ഏറ്റവും കൂടുതൽ UDF ഭരിക്കുന്ന മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നു എന്ന കാര്യം ഞാനിവിടെ ഓർക്കുകയാണ്. അതാണ് ഈ ജില്ലയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. എല്ലാ നന്മ നിറഞ്ഞ കാര്യങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി യോജിച്ചു നിൽക്കുക എന്നാണ്. ആ ജില്ലയുടെ യഥാർത്ഥ ചിത്രം വരും തലമുറക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ നല്ല ഒരു റഫറൽ ഗ്രന്ഥമായി അത് പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ദേശാഭിമാനി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ചടങ്ങിൽ എല്ലാവിധ അഭിവാദ്യങ്ങൾ നേരുന്നു.